മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ. ബാക്കി പറ കേക്കട്ടെ. ഈ പാട്ട് കേൾക്കുമ്പോൾ വലിയ ഗൃഹാതുരത്വം തോന്നും. അതുപോലെ ഗൃഹാതുരത്വം തോന്നിക്കുന്ന ഒരു പാട്ടാണ്, അല്ലെങ്കിൽ ഒരു മുദ്രാവാക്യമാണ്. അരിയും മലരും വാങ്ങിച്ച് വീട്ടിൽ കാത്തു വച്ചോടാ, കുന്തിരിക്കം വാങ്ങിച്ച് വീട്ടിൽ കാത്തു വച്ചോടാ. ഗൃഹാതുരത്വം തുളുമ്പുന്ന മുദ്രാവാക്യ ഗാനം അത് മാത്രമല്ല കേട്ടോ ജയശങ്കർ സാറേ. നിസ്കാരത്തിന് തൊപ്പി ധരിക്കാൻ തലകളിലൊന്നും കാണൂല. ആ പാട്ട് മനഃപൂർവ്വം അങ്ങ് വിസ്മരിച്ചു പോയതാണ്. ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കാം, എന്ന് കേട്ടു നോക്ക്. ജയശങ്കർ സാറേ, ഈ മുദ്രാവാക്യത്തിന്റെ ഗ്രഹാതുരത്വം എങ്ങനുണ്ട്? ഗ്രഹാതുരത്വം ഒട്ടും തന്നെ ചോർന്നു പോകാതാണ് ഞാനിവിടെ സബ്മിറ്റ് ചെയ്തിരിക്കുന്നത്. ഈ മുദ്രാവാക്യമേ CPM-നെതിരെ വിളിച്ച മുദ്രാവാക്യമാണ്. ആ CPM-നെതിരെ നടത്തിയ പ്രതിഷേധ റാലിയിൽ വരെ മുസ്ലിം സമൂഹത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് തൊപ്പി വെക്കാൻ തല പോലും കാണില്ല എന്ന കൊലവിളി നടത്തുകയാണ്. ഇതങ്ങ് എന്തുകൊണ്ട് കാണാതെ പോയി? അങ്ങക്ക് ചില വിഷയങ്ങൾ മാത്രം കിട്ടുന്ന ഈ ഗ്രഹാതുരത്വം അതൊരു പ്രത്യേകതരം അസുഖമാണ്. അത് ചികിത്സിച്ചാൽ മാറുന്ന അസുഖമാണ്. മധുരധാരമായ ഒരുപാട് സ്മരണകൾ നമ്മുടെ മുമ്പിലേക്ക്, നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും. കൈവെട്ട്, കാലുവെട്ട്, കഴുത്തുവെട്ട്, ഇങ്ങനെ എത്ര കലാപരിപാടികൾ കൊണ്ട് കേരളീയ പൊതുസമൂഹത്തെ ത്രസിപ്പിച്ച ഒരു മഹാസംഘടനയായിരുന്നു പോപ്പുലർ ഫ്രണ്ട്. എന്ത് നീതിബോധമുള്ള ഒരു മനുഷ്യനല്ലേ! സാമൂഹ്യ പ്രതിബദ്ധതയുള്ളതും മനുഷ്യർക്ക് വേണ്ടി നിഷ്പക്ഷമായി സംസാരിക്കുകയും ചെയ്യുന്ന, വർത്തമാന കാലഘട്ടത്തിലെ നീതിയുടെ നിസ്തുല പ്രതീകമെന്ന് പറയാൻ കഴിയുന്ന അത്ര നല്ല മനുഷ്യനാണ് നമ്മുടെ ജയശങ്കർ സാർ. അദ്ദേഹം പറഞ്ഞ് നിങ്ങൾ ശ്രദ്ധിച്ചാണോ അല്ലെ? കൈവെട്ട്, കാലുവെട്ട്. കേരളത്തിൽ ഇതൊക്കെ ഉണ്ടായത് ഈ പോപ്പുലർ ഫണ്ടിന്റെ ആഗമനത്തിന് ശേഷമാണ്. അതിനു മുമ്പൊന്നുമില്ല, എങ്ങും ശാന്തമായിരുന്നു. 2 വർഷക്കാലം പോപ്പുലർ ഫണ്ടില്ലാത്ത കേരളക്കര എങ്ങും ശാന്തമായ ഒരു അന്തരീക്ഷമാണ്. നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട്. ആളുകൾക്കിടയിൽ അത്രയധികം എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാർക്കിടയിലും കടിച്ചു കീറുന്ന ഒരു നയവുമില്ല. എല്ലാവരും പരസ്പരം കെട്ടിപ്പുണരുകയും വാരിപ്പുണരുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജയശങ്കർ സാറേ, ഇവിടുത്തെ മുസ്ലിം പോപ്പുലേഷന്റെ ഇപ്പൊ 100%-ൽ ഒരു 30% പോലും പോപ്പുലർ ഫണ്ടുകാരില്ല. എന്നിരിക്കെ അങ്ങ് ഈ സബ്ജക്ട് കൊണ്ടുവരുന്നതിന്റെ പിന്നിലുള്ള ഉദ്ദേശം എന്താണെന്ന് ചോറ് കഴിക്കുന്ന മനുഷ്യർക്ക് മനസ്സിലാകത്തില്ലേ? നിങ്ങൾ നോക്കൂ, മുസ്ലിം സമൂഹത്തിന് വേണ്ടി സംസാരിക്കുന്ന എല്ലാവരും സുഡാപ്പിക്കാരാണ്. ഞാനൊന്നും ഇന്നേ വരെ ആ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി പ്രവർത്തിച്ചവരല്ല. ഞങ്ങളൊക്കെ കാലങ്ങളായിട്ട് സുന്നത്തമയത്തിന്റെ മേഖലയിൽ പ്രവർത്തിക്കുന്ന സാധാരണ സമസ്തയുടെ പ്രവർത്തകരാണ്. എന്നിട്ട് പോലും മുസ്ലിം ഉമ്മത്തിന് വേണ്ടി 2 വാക്ക് സംസാരിച്ചാൽ അതിന്റെ അടിയിൽ സുഡാപ്പി എന്ന് വരിക, SDP കാരെന്ന് വരിക. അതെന്തും വിളിച്ചോട്ടെ, അത് നമുക്ക് പ്രശ്നമുള്ള കാര്യമല്ല. പക്ഷെ അങ്ങയുടെ ഈ ഒളിച്ചു കടത്തൽ അതെനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. കാരണം കേരളത്തിലെ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ ലിസ്റ്റ് എടുത്ത് നോക്കിയേ, ഏത് പാർട്ടിക്കാണ് ഏറ്റവും കൂടുതൽ കൊലപാതക രാഷ്ട്രീയത്തിൽ പങ്കാളിത്തമുള്ളത്? ഏത് പാർട്ടിയുടെ അനുയായികളാണ്? കേരളത്തിന്റെ ക്രൈം ലിസ്റ്റ് എടുത്ത് വെച്ച് നോക്ക്. അതൊക്കെ അറിയുന്ന എന്തെല്ലാം തരത്തിലുള്ള സോഴ്സുകളുണ്ട്. കേരളത്തിലെ വിവിധങ്ങളായ ജയിലുകളിൽ, സെല്ലുകളിൽ കിടക്കുന്ന കൊലപാതക രാഷ്ട്രീയത്തിന്റെ പേരിൽ പ്രതിയേർക്കപ്പെട്ടുള്ള വ്യക്തികൾ നോക്കിയാൽ അത് നിങ്ങൾ ഈ പറയപ്പെട്ട സംഘടനയും പാർട്ടികളൊന്നുമല്ല. അതിന്റെയൊക്കെ 1-ാം സ്ഥാനത്ത് വരുന്ന ഇവിടുത്തെ പ്രബല പാർട്ടിയാണ്. 2-ാം സ്ഥാനത്ത് BJP വരുന്നുള്ളൂ. 3-ാം സ്ഥാനത്ത് 4-ാം സ്ഥാനത്തൊക്കെ മറ്റു പാർട്ടിക്കാർ വരുന്നുള്ളൂ. എന്നിരിക്കെ ഒരു പാർട്ടിയെ പറയുക, നിങ്ങൾ പോപ്പുലർ ഫ്രണ്ടിൽ പറഞ്ഞത് അങ്ങക്ക് എന്തെങ്കിലും പ്രശ്നമുള്ളതുകൊണ്ടല്ല, ഒരു പാർട്ടിയെ പറഞ്ഞുകൊണ്ടുവന്ന് ഒരു സമുദായത്തിന്റെ പുറത്തേക്ക് അവരെ കരുതലിന്റെ മുമ്പിൽ നിർത്താൻ വേണ്ടി നിങ്ങൾ ഈ കാണിക്കുന്ന ഉടായിപ്പ് അതത്ര നിഷ്കളങ്കമല്ല. അങ്ങ് ഈ പറയുന്നത് അത്ര നിഷ്കളങ്കമല്ല. അങ്ങ് പോപ്പുലർ ഫണ്ടിനെ അടിക്കാൻ ശ്രമിക്കുന്നു എന്ന് വരുത്തുകയും അതിന്റെ പിന്നിലൂടെ മുസ്ലിം സമുദായത്തെ ആക്രമിക്കാനാണ് അങ്ങ് ശ്രമിക്കുന്നത്. എന്നിരിക്കെ ഒരു പ്രസ്ഥാനത്തെ മാത്രം എടുത്തു പറഞ്ഞ് അവർ ചെയ്ത പ്രവർത്തികൾ മാത്രം എടുത്തു പറയുമ്പോൾ ആ വർത്തമാനം നിഷ്കളങ്കമാണ് എങ്കിൽ എഴുത്തുകാരിയും മാധ്യമപ്രവർത്തകയായ ഗൗരി ലങ്കേഷിനെ ആരാണ് കൊന്നത്? ഇന്നേ വരെ അതിനുവേണ്ടി ജയശങ്കർ സാറ് അരവരി വാക്ക് എഴുതുകയോ പറയുകയോ ചെയ്തിട്ടുണ്ടോ? കാസർഗോഡ് ജില്ലയിൽ ഒരു മുസ്ലിയാരുണ്ടായിരുന്നു, റിയാസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, റിയാസ് മൗലവി. യാതൊരു തെറ്റും ചെയ്യാതെ ഒരു പെറ്റി കേസ് പോലും സ്വന്തം പേരില്ലാത്ത മതപണ്ഡിതനെ പള്ളിയിൽ കയറി അതിനിഷ്ഠൂരമായി കൊലപ്പെടുത്തിയിട്ട് അങ്ങക്കൊന്നും പറയാനില്ലേ? കൈവെട്ട് പോലത്തെ ഒരു പ്രവൃത്തി തെറ്റാണെന്നും അതിനെ തള്ളിപ്പറയാൻ കേരളത്തിലെ മുഖ്യധാര മുസ്ലിമീങ്ങൾ രംഗത്ത് വന്ന് നിശ്ചിതമായി വിമർശിച്ചിട്ട് പോലും ഇക്കാലത്തും തല നഷ്ടപ്പെട്ടവർ മുസ്ലിം സമുദായത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരോടുണ്ടായിരിക്കെ അരക്കൈ നഷ്ടപ്പെട്ടവന്റെ വിലാപവും സങ്കടവും പറഞ്ഞ് അങ്ങ് സോഷ്യൽ മീഡിയയിൽ ഇറങ്ങുമ്പോൾ ആ വർത്തമാനം അത്രമേൽ നിഷ്കളങ്കമാണോ ഞാൻ ചോദിക്കുന്നത്. അങ്ങക്ക് ഇതുവരെ മുസ്ലിം സമൂഹത്തിന് അങ്ങയെ മനസ്സിലായില്ല എന്നുള്ള ബോധ്യത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ അതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. അങ്ങ് കേരളത്തിലെ സമുന്നതരായ നേതാക്കന്മാരായ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനെയും ജിഫിരി തങ്ങളെയും പാണക്കാട്ട് തങ്ങളെയൊക്കെ അത് പുകഴ്ത്തി പറയുക, എന്നിട്ട് ഇപ്പുറത്തെ സൈഡിലൂടെ കേരളത്തിലെ മുസ്ലിമീങ്ങളെ മുഴുവനും ഭീകരവാദികളും തീവ്രവാദികളും ആക്കാൻ വേണ്ടി പോപ്പുലർ ഫണ്ടിന്റെ പേരും പറഞ്ഞ് അങ്ങ് ഒളിച്ചു കടത്തുക.
ഇതൊക്കെ ഞങ്ങൾക്കൊക്കെ ബോധ്യപ്പെട്ടുണ്ട്. ശങ്കർ സാറേ, ആ പണി ആ പരിപ്പൊക്കെ ആ കലത്തിൽ തന്നെ ഇട്ടങ്ങ് വീഴ്ചാൽ മതി. ഇനി അതൊന്നും രംഗത്തേക്ക് ഇറക്കണ്ട. കാരണം ആ പണിയൊക്കെ ചീറ്റിപ്പോയി, നനഞ്ഞ പടക്കമായി പോയി. കാര്യങ്ങൾ ആളുകൾക്ക് കൂടുതൽ കൂടുതൽ മനസ്സിലാകുന്നുണ്ട്. അങ്ങയുടെ ഈ വർത്തമാനം ഒന്നും നിഷ്കളങ്കമല്ല എന്നുള്ളതാണ്. ഇടത്തെ കൈയും വലത്തെ കാലും വെട്ടുക, ഇങ്ങനെയൊക്കെയുള്ള കലാപരിപാടികൾ കൊണ്ട് വളരെയധികം ബഹുജന്റെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ആളുകളാണ്. അങ്ങനെ അങ്ങ് പൂവിനെയും പൂക്കളെയും പ്രണയിച്ച നിഷ്കളങ്ക മനുഷ്യന്റെ ഭാവത്തോടുകൂടി സംസാരിച്ചു പോകരുത്. കുറച്ചൊക്കെ വർത്തമാനത്തിൽ നീതി വേണ്ടേ സാറേ? അങ്ങ് ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ കൊലപാതകം നടന്നു 100% ശരിയാണ്. കൊലപാതക രാഷ്ട്രീയം നമ്മളെല്ലാവരും വെറുക്കുന്ന സംഗതി തന്നെയാണ്. പക്ഷേ ഈ കൊല നടന്ന സ്ഥലത്തെക്കുറിച്ച് പറയുമ്പോൾ, കൊല ചെയ്യപ്പെട്ട മനുഷ്യരെക്കുറിച്ച് ഏകപക്ഷീയമായി അങ്ങ് വിലാപത്തോടുകൂടി സംസാരിക്കുമ്പോൾ, ഈ കൊല ചെയ്യപ്പെട്ട മനുഷ്യർക്ക് മുമ്പ് കുറെ ആളുകൾ കൊല ചെയ്യപ്പെട്ടില്ലേ? അവിടെ മുമ്പ് കൊലപാതകം നടന്നിട്ടില്ലേ? അവർക്ക് കുടുംബവും മാതാപിതാക്കളും ഓത്രവും കുടുംബവും ഒക്കെ ഉള്ളവരല്ലേ? അവർക്ക് മക്കളില്ലേ? എന്തേ അവരെക്കുറിച്ച് അഡ്രസ് ചെയ്ത് സംസാരിക്കാത്തത്? അതുകൊണ്ടാണ് പറഞ്ഞ അങ്ങയുടെ ഈ ഇരട്ടമുഖം സമൂഹത്തിന് മനസ്സിലാകുന്നില്ല എന്ന് അങ്ങ് മനസ്സിലാക്കരുത്. ഈ സമൂഹത്തിൽ അങ്ങക്കല്ലാത്ത ബാക്കി എല്ലാവർക്കും രണ്ട് മുഖമുണ്ടെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങ് ഈ പണി നിർത്തലായിരിക്കും നല്ലത്. ജയശങ്കർ സാറിനോട് അവസാനം ഒരു കാര്യം ചോദിക്കുകയാണ്. അങ്ങ് ഈ പൂവിനെയും പൂക്കളെയും പ്രണയിച്ച അത്രമേൽ നിഷ്കളങ്കനായ മനുഷ്യനായതുകൊണ്ടും നിഷ്പക്ഷത്തിൽ ഊന്നി സംസാരിക്കുന്ന ഒരാളായതുകൊണ്ടും അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്, എന്താണ് ഈ തീവ്രവാദം, ഈ ഭീകരവാദം എന്നൊക്കെ പറഞ്ഞാൽ? മനുഷ്യന്റെ സ്വൈര്യജീവിതത്തെ കെടുത്തലും ആളുകളെ കൊല്ലലുമാണ് എങ്കിൽ നിങ്ങൾ നോക്കൂ, ഇതൊരു സമുദായത്തിന് മാത്രം വെച്ചു കെട്ടിക്കൊടുക്കേണ്ട ഒരു കാര്യമാണോ? മലേഗാവ് സ്ഫോടനത്തിൽ പ്രതികർക്കപ്പെട്ട ആള് ഇന്ന് നമ്മുടെ പാർലമെന്റിൽ ഇപ്പോൾ ഉണ്ട്, പ്രഗ്യാൻ സിംഗ് താക്കൂർ. കഴിഞ്ഞോ? മക്കാ മസ്ജിദ് സ്ഫോടനം, 7 വരെ ആള് കൊല്ലപ്പെട്ട മക്കാ മസ്ജിദ് സ്ഫോടനത്തിൽ പ്രതിയായി പിടിക്കപ്പെട്ടത് സ്വാമി അസീമാനന്ദഗിരിനെയാണ്. അങ്ങനെ എത്ര കേസുകൾ ഇന്ത്യ മഹാരാജ്യത്ത്. ഒരു ട്രെയിനിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന 18 വയസ്സുള്ള ജുനീദ് എന്ന ഒരു പൊന്നുമോൻ പെരുന്നാൾ വസ്ത്രം എടുക്കാൻ പോയതാ. ആ ചെറുപ്പക്കാരനെ ട്രെയിനിലിട്ട് നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയത്, അതിന്റെ പിന്നിൽ പ്രതികളാരാ? ഗൗരി ലങ്കേഷിനെ കൊന്നതിന്റെ പിന്നിലെ പ്രതികളാരാ? അതുപോലെ തന്നെ ആപേക്ഷികമായും ആലങ്കാരികമായും സമാധാനത്തിന്റെ തുരുത്ത് എന്ന് അവകാശപ്പെടുന്ന നമ്മുടെ കേരളത്തിൽ തന്നെ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സ്ഫോടനം എന്ന് പറയാം കളമശ്ശേരി സ്ഫോടനം. അതിന്റെ പ്രതിയാര മാർട്ടിനാണ്. മാർട്ടിന്റെ സമുദായത്തെ നമ്മൾ ആരെങ്കിലും ആക്ഷേപിച്ചോ? അവർ മുഴുവൻ തീവ്രവാദികളാണെന്ന് പറഞ്ഞു. എന്തിനേറെ ആ സഭാ നേതൃത്വം പോലും മാർട്ടിനെതിരെ സംസാരിക്കാൻ, ഒരു വാക്ക് പറയാൻ അവർ തയ്യാറായില്ല, സന്നദ്ധമായില്ല എന്നുള്ളത് അത്ഭുതകരമായ ഒരു കാര്യമാണ്. എന്നിട്ടും ഇവിടുത്തെ സമൂഹം അതിനെക്കുറിച്ച് കൃത്യമായി ചർച്ച ചെയ്തു. ഒരു സമൂഹത്തിൽ, ഒരു വലിയൊരു സമൂഹത്തിൽ ഏതെങ്കിലും ന്യൂനപക്ഷം എന്തെങ്കിലും അത് ചെയ്തു കഴിഞ്ഞാൽ ആ സമുദായത്തെ മുഴുവനും കരുതലിൽ നിർത്തുന്നതിന്റെ പിന്നിൽ ഗൂഢമായ ലക്ഷ്യമുണ്ട് എന്ന് വെറുതെ പറയുന്നതല്ല. അതുകൊണ്ട് അങ്ങയുടെ പ്രസംഗം അത്ര നിഷ്കളങ്കമായി